പറയാം. അതെ, ഞാനും അനുമോളും. കാരണം നിങ്ങൾക്ക് ഇവിടെ പെണ്ണുങ്ങൾ നിൽക്കണ്ടല്ലോ, മനസ്സിലായി. നിങ്ങൾക്ക് ആണുങ്ങളെയാണല്ലോ കൂടുതൽ ഇഷ്ടം, പെണ്ണുങ്ങളെ ഇഷ്ടമല്ലല്ലോ. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആണുങ്ങളെ അതിന് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാവശ്യം 2 ആണുങ്ങളെ പറഞ്ഞു വിടണം. ധൈര്യം ഉണ്ടെങ്കിൽ വെല്ലുവിളിച്ചാൽ ഞങ്ങൾ പെൺകുട്ടികൾ എന്തിനാ ഇവിടെ നിർത്തിയില്ല? കണ്ണുവിടാതിരിക്കാനാ? നിങ്ങൾക്ക് വേണ്ട കറിയിലുള്ള കറിവേപ്പിലെ മാറ്റി നിർത്താൻ അങ്ങനെയാണെന്ന് വിചാരിക്കല്ലേ ബിഗ് ബോസ്. ഞങ്ങൾക്കും ഉണ്ട് അവകാശങ്ങൾ, ആഗ്രഹങ്ങൾ, ഡ്രീംസ്, ആസ്പിറേഷൻ. കണ്ണുവിടാതിരിക്കാനാണെങ്കിൽ ഈ ഉള്ള ആണുങ്ങൾക്ക് മൊത്തം അവിടെ കൺമശിരിക്കില്ല, അത് ചുടൊരു കുത്തിട്ട് കൊടുക്കും. അല്ല, ബിഗ് ബോസ് ആണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ബിഗ് ബോസ് ആണുങ്ങളുടെ കൂടെ നിൽക്കരുത്. നമ്മളിപ്പോഴുള്ള പാവപ്പെട്ട കൂടെ ഒന്ന് മനസ്സിലാക്കണം. ബിഗ് ബോസ് ഈ ആര്യം പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, ബിഗ് ബോസ് ഒരു മെയിൽ ഷോവിനസ് ഷോ ആണെന്നാ പറഞ്ഞത്. അത് നിങ്ങൾ തിരുത്തണം. അങ്ങനെ അതും മൈക്ക് ഇങ്ങനെ മാറ്റി ഇവിടെ ഇട്ടിട്ടാണ് പറഞ്ഞത്, ഇത് ആരുടെയും പറയരുതെന്നും പറഞ്ഞു. അന്ന് ജിസേലിന്റെ ആരുടെയും പ്രശ്നം വന്നപ്പോൾ എനിക്ക് പറഞ്ഞു എന്തിനെന്നും പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. ഇത് കണ്ട 3 ദൃക്സാക്ഷികളാണ്. അതെ, ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് പറയാം, ബിഗ് ബോസ് പുറത്ത് കള്ളം കണ്ട പറഞ്ഞില്ല. എന്നിട്ട് ഒന്നും പറയണേ കേട്ടില്ല. എന്നിട്ട് ബിഗ് ബോസ് അന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ മൈക്ക് ഇങ്ങനെ മാറ്റിയിട്ടാണ് ഞങ്ങളടുത്തൊക്കെ കഥകൾ പറഞ്ഞത്. അന്ന് ഞങ്ങൾ നല്ല കൂട്ടായിട്ടിരിക്കും. കൂട്ടെന്ന് പറഞ്ഞാൽ കൂട്ടല്ല, അവൻ്റെ മനസ്സിൽ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ആ കള്ളക്കൂട്ടായിരുന്നു. മനസ്സിൽ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നപ്പോഴാണ് പറയുന്നത് അവനിങ്ങനെ അന്ന് ജിസേലിന്റെ ആരുടെയും പ്രശ്നം വന്ന സമയത്ത് നീ എന്തിനു പറയാൻ പോയത്? അങ്ങനെ വന്നാലും പുറത്ത് എനിക്കാണ് നെഗറ്റീവ് വരുന്നത്, അനുമോൾക്കാണ് വരുന്നത്, ഒരിക്കലും ആര്യന് വരത്തില്ല. ഇവിടെ അങ്ങനെയാണ്, ആര്യനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുള്ളൂ, വല്ല ആവശ്യം ഉണ്ടായിരുന്നു പറയാനൊക്കെ മാത്രമാണ് ഇവിടെ സപ്പോർട്ട് കൂടുതൽ. ആണുങ്ങൾ കപ്പെടുക്കാൻ ചാൻസ് ഉണ്ട്, ഫൈനൽ 5 വരും എന്നൊക്കെയാണ് ഞങ്ങളോട്. ഫൈനൽ 5 ആണെന്ന് മാത്രമേ പോകുള്ളൂ എന്നൊക്കെയാണ് ക്യാമറ ഇല്ലാത്ത സമയത്താണ് ഞങ്ങളോട് പറഞ്ഞത്. 2 ആണുങ്ങളല്ല പോകുക എന്നൊക്കെയാണ് പറയുന്നത്. കാണിച്ചു കൊടുക്കുക ബിഗ് ബോസ് 2 ആണുങ്ങളൊക്കെ പോകും. ബിഗ് ബോസ് അപ്പൊ ഒന്ന് തെളിയിച്ചോ? അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ഞാൻ കുറച്ച് കൈ നിട്ട് അറിയാതെ വായി നന്നായത് ബിഗ് ബോസ്, അതിന് സോറി. അപ്പൊ അപേക്ഷിക്കണം. അപ്പൊ ഞങ്ങള് 3 ആള് മാത്രമേ ഉള്ളൂ ബിഗ് ബോസ്. ഞങ്ങളോട് അത് ചെയ്യരുത് പ്ലീസ്. ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് ബിഗ് ബോസ്. ഞങ്ങളുടെ അടിച്ചുവാരി ഫുഡും പയറും കഞ്ഞിയൊക്കെ കുടിച്ച് ഇവിടെ ജീവിച്ചോളാം ബിഗ് ബോസ്. ഞങ്ങൾക്ക് ഭക്ഷണം, നമുക്ക് കഞ്ഞിയും പയറും മാത്രം മതി ബിഗ് ബോസ്. നമുക്ക് കൂടുതലൊന്നും വേണ്ട. ഈ വീട് നമ്മൾ നോക്കിക്കോളാം. പിന്നെ ഇവര് പറയുന്നുണ്ട് ഞങ്ങൾ വീക്കാണ്, ആക്റ്റീവ് അല്ല. ഞങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള 3 പെൺകുട്ടികളാണ് ബിഗ് ബോസ്. അത് അവർക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ നോമിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് നോമിനേറ്റ് ചെയ്ത് വന്നത്. അപ്പൊ ബിഗ് ബോസ് അവരിപ്പോഴേ പറയുന്നുണ്ട് അക്ബർ അല്ലെങ്കിൽ ആര്യയൊക്കെ ആയിരിക്കും കപ്പ് എടുക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നെബിൻ അല്ലെങ്കിൽ അനീഷ് ചേട്ടനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് അവർ കപ്പൊക്കെ നമുക്ക് കപ്പ് അത് ബിഗ് ബോസ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് 100 ദിവസം വരെ ഒന്ന് നിർത്തണേ ബിഗ് ബോസ്. 100 ദിവസം വരെ നിന്നിട്ട് ഞങ്ങൾ ഒറ്റക്ക് പോയിക്കോളാം ബിഗ് ബോസ്. ബിഗ് ബോസ് പറഞ്ഞോണ്ട് പ്ലീസ്.